ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്ക് റെസിപ്പിയാണ്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ പലഹാരം ഉണ്ടാക്കിയിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് ഇത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇതൊരു ഹെൽത്തി സ്നാക്കും കൂടിയാണ്, കാരണം ഇതിൽ നമ്മൾ ഈ ഗോതമ്പ് മാവ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കാം ഈ പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അതിനു മുമ്പ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് ഗോതമ്പ് പൊടി, 1/2 കപ്പ് ഗ്രേറ്റഡ് കോക്കനട്ട്, 1 മുട്ട, 2 പഴമാണ്. പഴത്തിൻ്റെ ക്വാണ്ടിറ്റി വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാം. അപ്പോൾ ആദ്യം തന്നെ പഴം കട്ട് ചെയ്തിട്ട് ഒരു മിക്സി ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര പാനി ഉപയോഗിക്കാം, അല്ലെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 4 ഏലക്കായ് തോലി കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ ഇത് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് നല്ല ഫൈൻ പേസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്യണം. ഇനി ഇതിലേക്ക് ഗോതമ്പ് പൊടി കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് നല്ല കട്ടി കൂടുതലാന്ന് തോന്നുകയാണെങ്കിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. വെള്ളം എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ മാവ് കുറച്ചൊന്ന് ലൂസായി കിട്ടാനാണ്. എന്നാൽ അധികം ലൂസാവാനും പാടില്ല. ഇപ്പം നമ്മൾ ശർക്കരയുടെ സിറപ്പായി യൂസ് ചെയ്യുന്നെങ്കിൽ നമുക്ക് ഈ വെള്ളത്തിൻ്റെ ആവശ്യം വരില്ല. അതേപോലെ തന്നെ നമ്മൾ പഴത്തിൻ്റെ ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കുകയാണെങ്കിലും നമുക്ക് ഈ വെള്ളത്തിൻ്റെ ആവശ്യം അങ്ങനെ ഉണ്ട് വരില്ല. ഇപ്പം നമ്മൾ ശരിക്കും എല്ലാം നന്നായി മിക്സ് ആക്കി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാലും കുറച്ച് തിക്നെസ് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് മിക്സ് ആക്കുക. ഇപ്പം നമ്മൾ ബാറ്റർ റെഡിയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചിരകി വെച്ച 1/2 കപ്പ് തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോഴും നമുക്ക് മാവ് കുറച്ച് കട്ടി കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ അത് പ്രോബ്ലം അല്ല. കാരണം നമ്മൾ തേങ്ങ ഇതിലിട്ടതിൻ്റെ ശേഷം തേങ്ങേൻ്റെ വെറ്റ്നസ് ഇതിലേക്ക് ഇറങ്ങും. അപ്പോൾ എന്നിട്ട് ബാറ്റർ ശരിയായി കിട്ടും. ഇപ്പം നമ്മൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അത്രയും നേരം കൊണ്ട് ഈ തേങ്ങേൻ്റെ വെറ്റ്നസ്സൊക്കെ മാവിലേക്ക് ഇറങ്ങിയിട്ട് മാവ് ഒരു പെർഫെക്റ്റ് കൺസിസ്റ്റൻസി ആയി കിട്ടും. ഇപ്പം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തൊക്കെ ഇപ്പം മാവ് കണ്ട് നല്ല ലൂസായിട്ടുണ്ട്. ഇനി ഇത് പൊരിക്കുന്നതിന് മുന്നേ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എനിക്കിതിൽ മധുരം കുറച്ച് കുറവാണെന്ന് തോന്നി. അപ്പം ഞാൻ വീണ്ടും 2 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടി അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇനി നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്യുക.
ഇപ്പം ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെയാണ് ബാറ്റർ വേണ്ടിയത്. അധികം തിക്കാവാനും പാടില്ല, എന്നാലും അധികം ലൂസ് ആവാനും പാടില്ല. ഇപ്പം ഞാനിവിടെ ചട്ടിയിൽ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. നമുക്കിത് ലോ ഫ്ലെയിമിൽ വേണം പൊരിച്ചെടുക്കാൻ, എന്നാലേ ഉള്ളൊക്കെ ശരിക്കും ഒന്ന് വെന്ത് കിട്ടുള്ളൂ. ഇനി ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കാം. പിന്നെ ഇത് പൊരിക്കുമ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഇത് ഒരു സ്ലൈറ്റ് ഗോൾഡനിഷ് കളർ ആകുന്ന വരെ ഇത് പൊരിക്കണം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി എടുത്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ള മാവ് നമ്മൾ ഇതേപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. ഇപ്പം നമ്മളെ പലഹാരം റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഇത് ഏകദേശം ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ്, ഏകദേശം എല്ലാം മുഴുവനും തന്നെ ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റാണ്. ഇതിൽ നമ്മൾ തേങ്ങയും പഴവും കോഴിമുട്ടയും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത് കൊണ്ട് ഇത് നല്ല ഫ്ലേവർഫുള്ളാണ്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്സൊക്കെ ഒന്ന് അറിയിക്കുക.